Why I have to change my parenting style? Didn't make me any harm. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഡിഡൻറ്റ് മേക്ക് മീ എനി ഹാം എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് ഒന്ന് ഡിഗിൻ ചെയ്ത് അതിനെ ഒന്ന് അഴിച്ചു പണിത് നമുക്കൊന്ന് നോക്കാം. പക്ഷെ അത് അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി ലോങ് ആയിരിക്കും. നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് എടുത്ത് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് വെച്ചിട്ട് വേണേൽ കേൾക്കാം. ഇച്ചിരി ലോങ് ആയിരിക്കും എന്ന് ഞാൻ ആദ്യം പറയുന്നത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാനുള്ളതുകൊണ്ടാണ്. ഐ എം അശ്വതി, യു ആർ വിത്ത് ചിൽഡ്രൻ ഹബ്. സോ എന്തിനാണ് നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈൽസ് മാറ്റുന്നത്? ഈ ഒരു വിഷയം അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ കാര്യം തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ചൈൽഡിസം. എല്ലാ ഇസത്തിനെ പോലെ തന്നെ ഏജിസം, സെക്സിസം, കാസ്റ്റിസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതും ഒരു ഡിസ്ക്രിമിനേഷനാണ്. ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ദ ചൈൽഡ് ഫ്രം ദ സൊസൈറ്റി. ഒന്നും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ചൈൽഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിർന്ന ആള് കുട്ടികളുടെ മേൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡിസം എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ്? എനിക്ക് കൂടുതൽ പവറുണ്ട്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിന്നെ, ഞാൻ സുപ്പീരിയർ ആണ്, അതുകൊണ്ട് നീ എപ്പോഴും കുറച്ച് താഴ്ന്നു നിൽക്കേണ്ട ആളാണ്. നിൻ്റെ അഭിപ്രായങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ എൻ്റേതിനേക്കാൾ മുമ്പിലല്ല. എൻ്റെ ആവശ്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് നീ വളരണം. അതാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം കാരണം എന്താണ്? നീ താഴെ നിൽക്കേണ്ട ആളാണ്, നീ കുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഓരോ കുട്ടികളും ചൈൽഡിസത്തിന് ഇരകളാണ് എന്ന് പറഞ്ഞ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഓരോ പാരൻസും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരുന്ന ആളുകളും നമ്മളെയും ചൈൽഡിസത്തിന് ഇരയാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ചൈൽഡിസം എന്ന്. ഇതാണ് നമ്മൾ ഒരു വൈ വി നീഡ് ടു ചേഞ്ച് അവർ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നതിന് മുമ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും അതിൽ അഫക്റ്റഡ് ആണ്. നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഡാമേജ്ഡുമാണ്. ഇങ്ങനെയുള്ള പാരൻറ്റിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവരെയും വളർത്തിയിട്ടുള്ളത്. ഇതൊരു ജനറേഷണൽ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളും ആ സൈക്കിളിൻ്റെ ഭാഗമാണ്, നമ്മുടെ കുട്ടികളും ഒരു പരിധിവരെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അതിനെയാണ് ഒന്ന് പൊളിച്ചെഴുതേണ്ട ആവശ്യം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ദ മോസ്റ്റ് വൾണറബിൾ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി ഇൻ ദിസ് വേൾഡ് ഈസ് അവർ സെൽഫ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ജനറേഷൻ ടു ജനറേഷൻ നമ്മൾ പാസ് ഓൺ ചെയ്തു പോയിട്ടുള്ള ഈ പാരൻറ്റിങ് സ്റ്റൈൽ കാരണം ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആരും ഇതൊന്നും പഠിച്ചിട്ട് വന്നവരല്ല, ആരും ഇതൊന്നും കേട്ടിട്ടും വന്നവരല്ല. നമ്മുടെയൊക്കെ ബ്രെയിൻ ഓൾറെഡി ഷേപ്പ് ചെയ്യപ്പെട്ടതായിരുന്നു, നമ്മൾ ഓൾറെഡി കണ്ടീഷൻഡ് ആയിരുന്നു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വന്നവരാണ് കുട്ടികൾ എന്നും മുതിർന്ന ആളുകളെക്കാൾ താഴെയാണ്, നമ്മൾ സംഭവ വർത്ത്ലെസ് ആണ്, അല്ലെങ്കിൽ സംഭവ നമ്മൾ ഇത്രയൊക്കെ ഡിസേർവ് ചെയ്യുന്നുള്ളൂ, അവർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതും ചെയ്യേണ്ടത്, അവരുടെ ആവശ്യങ്ങളാണ് നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടത്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ വളരേണ്ടത്. ഇതെല്ലാം നമ്മൾ കണ്ടീഷൻ ചെയ്ത് നമ്മളിങ്ങനെ വളർന്നു വലുതായതുകൊണ്ട് തന്നെ നമ്മളെപ്പറ്റി നമ്മളൊന്ന് ആലോചിക്കാൻ ഒരു പരിധിവരെ മറന്നുപോയ ഒരു സമൂഹമാണ് ഇന്ന് ഈ സൊസൈറ്റിയിലുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനറേഷൻ തന്നെയാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തിയിരിക്കുന്ന രീതികളിൽ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഒരു പരിധിവരെ. നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ട് വളർത്തിയ ആൾക്കാർക്ക് വേറൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് അടി കിട്ടി വളർന്നിട്ടുണ്ട്. നല്ല പോലെ നമ്മൾ ബ്ലെയിമും ഷെയിമും അല്ലെങ്കിൽ സർക്കാസം, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ചെറുതാക്കപ്പെടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോഴും സ്ട്രോങ്ലി ഇങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്നുള്ളത്. അതായത് എന്നെ ഇതിൽ നിന്നും, ഞാൻ ആ കാറ്റഗറി പെടുന്ന ആളല്ല, ഇതുകൊണ്ടൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ലൈഫൊക്കെ താണ്ട് ഞാൻ ഹാപ്പിയാണ്, ഞാൻ നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു സോഷ്യൽ ലൈഫ് എനിക്കുണ്ട്, നല്ലൊരു കാറുണ്ട്, എല്ലാ സാധനങ്ങളും എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് എൻ്റെ പേരൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു, എനിക്കൊരു ഹാമും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അതൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വാസ്തവമുണ്ട് ആ ഒരു പറയുന്ന ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്ന് പറയുന്നതിൽ. നമുക്കത് നോക്കാം. ഹാമ് ശരിക്കും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അഡൾട്ട്സിന്
ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റാത്തത്? എന്തുകൊണ്ടാണ് വല്ലാതെ ദേഷ്യം വരുന്നത്, എപ്പോഴും ഇറിറ്റേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതാവുന്നത്, ഷൗട്ട് ചെയ്തപ്പെടുന്നത്, കുട്ടികളുടെ അടുത്ത് പോലും നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്? നമ്മളിപ്പോഴും ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്താണ് എൻ്റെ ഇമോഷൻ വെച്ച്, എൻ്റെ ഫീലിങ്സ് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതിന് ഇപ്പോഴും നമ്മുടെ കയ്യിൽ പലപ്പോഴും സൊല്യൂഷൻസ് കിട്ടാറില്ല. ഒരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, ഇവിടെ എല്ലാം നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആയി പോകുന്നത്, നമുക്ക് പറ്റുന്നില്ല. നമുക്കത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ കാണുന്നില്ല. ബൗണ്ടറീസ് വെക്കാൻ നമുക്ക് അറിയില്ല. പല ആളുകളും ഇപ്പോഴും ഒരു നോ എന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ പോലും കഷ്ടപ്പെടുകയാണ്. വലിയ ആൾക്കാരായിട്ടുണ്ടാവും, ചിലപ്പോൾ 60 വയസ്സ് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരാളൊരു എൻ്റെ ആവശ്യം എന്താണ്, ഇത് എൻ്റെ ബൗണ്ടറിയാണ്, ഇതിപ്പോൾ ഈ സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിൻ്റെ കൂടെ ഇന്ന് പുറത്തു വരാൻ പറ്റില്ല, നീ എന്നെ വിളിച്ചു, താങ്ക് യു, പക്ഷേ താങ്ക് യു ഫോർ ദ ഓഫർ, പക്ഷേ എനിക്ക് ബിസിയാണ് എന്ന് പറയാൻ പറ്റാതെ ഓക്കെ ഞാൻ നോക്കാം, അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ പോലും ഞാൻ നോക്കട്ടെ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ ജനറസ് ആണ് നമ്മൾ കാണിക്കുകയാണ്. നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട്. എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇത്രയും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ഫീലിങ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറീസും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാവുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ പാരൻസ് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്തു തന്നിട്ടില്ല. ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ അന്ന് അവർ നമ്മൾ ഇത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ വന്നിരുന്നിരുന്നെങ്കിൽ, നമ്മൾ സങ്കടപ്പെട്ട് ഒരു കംപ്ലൈൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ കൂടെ വന്നിരുന്നെന്ന് കേട്ടിരുന്നെങ്കിൽ, ഇന്ന് ഒരു പരിധി വരെ നമ്മുടെ വിഷയങ്ങളെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലൊന്ന് കരയാൻ പോലും പറ്റാതെ, കരഞ്ഞു കഴിഞ്ഞാലും നല്ല അടി വെച്ച് തരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൺട്രോൾ ചെയ്ത് ആ ഒരു ഡൊമിനൻസിൽ കൂടെയൊക്കെ വളർന്നു വന്ന നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ. ആ ഒരു അവയർനെസ് നമുക്കുണ്ടായി നമ്മുടെ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് എന്നെ വളർത്തിയെടുക്കണ്ട, എനിക്ക് എൻ്റെ കുട്ടിയിൽ കൂടെ എന്നെ തന്നെ വളർത്തിയെടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ എനിക്ക് ഒരു ഹാമും വന്നിട്ടില്ല എന്ന് ആളുകൾ അത്രയും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നതിൻ്റെ കുറച്ച് റീസൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെസ് റെസ്പോൺസസ് ഉണ്ട് അല്ലേ, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന് പറയുന്ന 3 റെസ്പോൺസസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ 4ാമത് ഒരു റെസ്പോൺസും കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫോണിംഗ് എന്ന് പറയുന്നത്. ഫൈറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ബാക്ക് ചെയ്യുക. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേഗം വണ്ടി വിടുക, നമ്മൾ രക്ഷപ്പെട്ട് ഓടിക്കൊള്ളുക. 3ാമത്തത് ഫ്രീസ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ നമ്മൾ അവിടെ വീണു പോവുക ആ അവസ്ഥയിൽ. ഇത് കഴിഞ്ഞ് ഫോണിംഗ് എന്ന് പറഞ്ഞൊരു ഫോണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസും കൂടെ ഉണ്ട്. ആ റെസ്പോൺസിൻ്റെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ സിറ്റുവേഷനെ, കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ക്രോണിക് പീപ്പിൾ പ്ലീസേഴ്സായി മാറും. അതായത് പാരൻസിന് ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ അടിക്കാതിരിക്കാൻ, അവർ നമ്മളെ ബ്ലെയിം ചെയ്യാതിരിക്കാൻ, അവർ നമ്മളെ ഷെയിം ചെയ്യാതിരിക്കാൻ, അവർ നമ്മുടെ അടുത്ത് സ്കോൾഡ് ചെയ്യാതിരിക്കാൻ, എല്ലാം 100,000 റീസൺസ് ഉണ്ടാവും. എല്ലാ റീസൺസിനും നമ്മൾ എന്ത് ചെയ്യും? നമ്മളവരെ പ്ലീസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഹാപ്പിയാവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഹാപ്പിയാവും, അവരെ ഹാപ്പിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പ്ലീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു സബ്മിസീവ് അപ്രോച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുക്കും. എന്നിട്ട് നമ്മുടെ കൺട്രോളൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല, കൺട്രോളൊക്കെ അവർക്ക് വിട്ടുകൊടുക്കും. ആ ഒരവസ്ഥ തന്നെ നമ്മൾ പീപ്പിൾ പ്ലീസേഴ്സായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പാരൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്താണ്? അവരതെല്ലാം ചെയ്യുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ അമ്മേനെ അച്ഛനെയും പ്ലീസ് ചെയ്ത് ഞാനിങ്ങനെ ജീവിച്ചു പോയി. അപ്പോൾ എന്താണ്, നമ്മുടെ കടപ്പാടുകൾ മാത്രമായിരിക്കും നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴും അയ്യോ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കണം എന്ന ഒരു മെൻറ്റാലിറ്റിയും കൂടെ നമുക്ക് അതിൽ കൂടെ വരും. കൂടാതെ നമ്മൾ കുറച്ചും കൂടെ വലിയ ആൾക്കാരൊക്കെ ആയിക്കഴിഞ്ഞാൽ അഡൾട്ട് ലൈഫിലേക്കൊക്കെ പോകുമ്പോഴേക്കും കംപ്ലീറ്റ് പീപ്പിൾ പ്ലീസറായി മാറിക്കഴിഞ്ഞിരിക്കും ആ വ്യക്തി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ അല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴും നമ്മുടെ ബൗണ്ടറീസിനെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് നോ പറയുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് കുറച്ചും കൂടി വളരെ സ്ട്രോങ് ആയിട്ട് ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്നുള്ള കാര്യത്തിനെ പറ്റി നന്നായിട്ട് വിശ്വസിച്ചുകൊണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിസസോസിയേഷനാണ്. അത് വരുന്നത് ഈ ഫ്രീസ് റെസ്പോൺസിൻ്റെ അണ്ടറിലാണ് കേട്ടോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ തന്നെ വലിയ ഹാഷ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ്, ത്രെട്ടണിങ്, അല്ലെങ്കിൽ അല്ലാതെ അടിച്ചൊക്കെ വളർത്തിയിട്ടുള്ള കുട്ടികളുടെ ഇടയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ സ്ട്രെസ്ഫുൾ റെസ്പോൺസസ്, സ്ട്രെസ്ഫുൾ ഈവൻറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് സോൺ ഔട്ട് ആവും, അവർ സ്വിച്ച് ഓഫ് ആകും, അവർ കംപ്ലീറ്റ്ലി ഡിസസോസിയേറ്റ്
ഡിസോസിയേറ്റീവ് ആവും. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ഹാഷ് പണിഷ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഇമോഷണലി അൺഅവൈലബിൾ ആണ്. കുട്ടികളുടെ കൂടെ ഇരിക്കുന്നില്ല, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ വളർന്നത് കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഇമോഷൻ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സങ്കടം വന്നാലൊക്കെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ കണ്ടുപിടിക്കുന്ന കുറച്ച് മാർഗ്ഗങ്ങളാണ് ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം എടുക്കുക, കുറേ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, ആൽക്കഹോള്, ഡ്രഗ്സ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, അങ്ങനെ പല പല വഴികളിൽ കൂടെ നമ്മൾ ബുക്സ്, ഇങ്ങനെയുള്ള പല വഴികളിൽ കൂടെ നമ്മൾ നമ്മുടെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി നമ്മളങ്ങ് വിഡ്രോ ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ, ആ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ, ഒരു കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ആ ഒരു സംഭവം നമ്മൾ കണ്ടിന്യൂ ചെയ്യും, നമ്മുടെ അഡൾട്ട് ലൈഫിൽ നമ്മൾ തന്നെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്ട്രെസ്ഫുൾ ഈവൻസ് എല്ലാം ഡിസസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്നും മെമ്മറീസിൽ നിന്നും ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഇറേസ് ആയി തുടങ്ങും. അപ്പോൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറീസ് ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്, ഈ ത്രെഡ്ഫുൾ അല്ലെങ്കിൽ ഈ ഹാഷായിട്ടുള്ള പണിഷ്മെൻറ്റ് രീതികളൊന്നും മനസ്സിലുണ്ടാവില്ല, അതെല്ലാം മാഞ്ഞു പോയ സമയത്ത് നമുക്കൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വിശ്വസിക്കുകയാണ് ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്നുള്ള ഒരു കാര്യം. അടുത്തത് ട്രോമ ബോണ്ടിങ് ആണ്. ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലും ഇത് ഒത്തിരി നടന്നിട്ടുണ്ട്. നല്ല അടി വെച്ച് തരും, നല്ല പോലെ ശിക്ഷിക്കും, എന്നിട്ട് വളരെയധികം സ്നേഹവും കാണിക്കും. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും കുട്ടികൾ. എന്നാലും സാരമില്ല, ഏറ്റവും പ്രൈമറി പേഴ്സൺ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് സ്റ്റിൽ ആ ആളെ തന്നെയായിരിക്കും. നമ്മുടെ ചിയർ ലീഡർ എന്ന് പറയുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കപ്പെടുകയാണ്, ഇങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. അവർ പറയുകയും ചെയ്യും, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേണ്ടി വന്നത്, നീ ഇന്നതുപോലെ നീ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് നിനക്ക് അടി വെച്ച് തന്നത്, നീ ഇന്നതുപോലെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇത്രയും കൂടുതൽ ത്രട്ടൺ ചെയ്യേണ്ടി വന്നത് എന്നെല്ലാം പറഞ്ഞ് അത് കൺവിൻസിങ് ആക്കി നമ്മളെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി അവരിൽ വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്തും ഈ പറയണത് പോലെ വലിയ ആൾക്കാരായി കഴിയുമ്പോൾ റിലേഷൻഷിപ്സിലൊക്കെ പോകുമ്പോൾ അറിയാം, ആ ആളുകൾ ഇത് തന്നെ ചെയ്യും. എന്നിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും വരും. എന്നാൽ ഇങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യും, ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്നുള്ള കാര്യം. കാരണം എന്താ, എൻ്റെ പാരൻസ് ചെയ്തൊക്കെ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ, ഒന്നും അവർ ചീത്ത ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താ, ഞാനും എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇത് തന്നെ ചെയ്യുള്ളൂ. ഇതൊക്കെ ശരിയാണെന്ന് പോലും അറിഞ്ഞിട്ടും ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇനിയും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൽഫ് അവെയർനെസ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദെയർ ഓൺ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് അല്ല ഞാൻ എന്നെ ചെറുപ്പത്തിൽ ഇത്ര മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഫൈനലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതൊരു ലോങ് ജേർണിയാണ്. അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫാക്ട്സ്, സയൻസ് എന്താ പറയുന്നതെന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ചൈൽഡിസത്തിനെ പറ്റി അപ്പോൾ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് എന്ത് വന്നാലും മറ്റുള്ള ആളുകളിൽ നിന്ന് അപേക്ഷിച്ച് അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനും ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അവർക്ക് ഹോർമോണൽ ഇംബാലൻസസ് വരെ വന്നേക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കോർട്ടിസോളിൻ്റെ അളവ് കുറച്ച് കൂടിയായിരിക്കും ഉണ്ടാവുക. സ്ട്രെസ് റെസ്പോൺസസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് പറയുന്നത്, അവർക്ക് എമ്പതി എന്ന് പറയുന്ന ആ ഒരു നമ്മൾ എമ്പതി എന്നൊക്കെ പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ, അത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ്, ആൻറ്റി സോഷ്യൽ ട്രേറ്റ്സ് ആയിരിക്കും കുറച്ച് കൂടുതലായിട്ടുണ്ടാവുക മറ്റുള്ള ആളുകളിൽ നിന്ന്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഇതെല്ലാം റീസണേറ്റ് ചെയ്യുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി ഇത്രയും വൾണറബിളായിട്ട് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ അത് മെറ്റേണൽ ട്രോമയാണ്. മെറ്റേണൽ ട്രോമ എന്ന് പറയുന്നത് മദേഴ്സ്, ഇതേപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ കൂടെ ഒത്തിരി കഷ്ടപ്പെട്ട് കടന്നു പോയിട്ടുള്ള മദേഴ്സ് എന്ന് പറയുന്നത് അവർ ഇതേ സംഭവം തന്നെ കുട്ടികളിലേക്ക് പകർന്ന് അവരറിയാണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു സമയത്ത് എന്താണ്, അവർക്ക് ആ ഒരു അവയർനെസ് ഇല്ല, എന്താണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ ദേഷ്യപ്പെടുന്നതായിക്കോട്ടെ, നമ്മൾ അല്ലാതെ കുട്ടികളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും അതൊരു ചൈൽഡിസം തന്നെയായിട്ട് മാറപ്പെടുവാണ്. കുട്ടികൾക്കും നമ്മൾ എന്താണോ പകർന്നു കൊടുക്കുന്നത്, നമുക്ക് കിട്ടിയത് ഓട്ടോമാറ്റിക്കലി അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാരൻസ് അവിടെ വളരെ വൾണറബിളായിട്ട് വീണ്ടും മാറുന്നു. അതും ഈ ഒരു സയൻസ് പറയുന്നത് വളരെയധികം കുട്ടികൾക്ക് ഇത് ബാധിക്കും, ഈ മെറ്റേണൽ ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന പാരൻസ് ഉണ്ടെങ്കിൽ എന്നാണ്. 16 ലക്ഷം കുട്ടികളിൽ സ്റ്റഡി നടത്തി
തെളിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുകളിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വൈ വി നീഡ് ടു ചേഞ്ച് അവർ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നതിന് ഒരു പരിധി വരെ ഞാൻ ആൻസേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു കുഞ്ഞു കാര്യം കൂടെ നോക്കാനുണ്ട്. ഇതൊന്നിലും പെടാതെ മറ്റൊരു വിഭാഗം ആൾക്കാർ ആൻറ്റി വോക്ക് എന്ന് പറയും. അതായത് എണീക്കാൻ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എപ്പോഴും അതിൻ്റെ പിറകെ നടക്കാണ്ട്, അതിൻ്റെ കൂടെ നടക്കാണ്ട് തിരിഞ്ഞു നടക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ. ഈ കൂട്ടർ എന്ന് പറയുന്നത് ഇച്ചിരി സ്റ്റബേണായിരിക്കും, അഡമൻ്റായിരിക്കും, റിജിഡായിരിക്കും. അവർ വിശ്വസിക്കുന്നതെല്ലാം പഴയ കാലഘട്ടത്തിലാണ്. അവർ കൂട്ടുപിടിക്കുന്ന ആളുകളെന്ന് പറയുന്നത് അവരുടെ റിലീജിയസ് വ്യൂസ് അല്ലെങ്കിൽ കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷണൽ വാല്യൂസ് ഇതെല്ലാം പറഞ്ഞിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഏറ്റവും നല്ല ഫോണായിരിക്കും. അവർ ചിലപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വിട്ട് നാട് കടന്ന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ടാകും, ഏറ്റവും നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാവും, ഏറ്റവും നല്ല ജോലി വാങ്ങിച്ച് ഏറ്റവും നല്ല സാലറി വാങ്ങിച്ച് വീട്ടിലിരുന്ന കുട്ടികളെ അടിച്ചും ചീത്ത പറഞ്ഞും ഒക്കെ വളർത്തുന്നുമുണ്ടാവും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ആ ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, പാരൻറ്റിങ് സ്റ്റൈലുകൾ കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ബ്രെയിൻ വയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സംഭവത്തിനെ മാറ്റിയെടുക്കാൻ മടിയായതുകൊണ്ട് മാത്രമല്ല, അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം. അതിലൊക്കെ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മളൊക്കെയും. എന്നിട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തും അൺലേൺ ചെയ്തും ഒക്കെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് കുട്ടികളിലേക്ക് കൊടുക്കാൻ നോക്കുകയാണ്. പക്ഷേ അതൊരു വടംവലി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം വടംവലി എന്ന് പറയുമ്പോൾ കുറേ കൂട്ടർ ഇങ്ങോട്ട് വലിക്കും, കുറേ കൂട്ടർ അങ്ങോട്ട് വലിക്കും. ഇപ്പം നമ്മൾ വലിച്ച് കുറച്ചൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു വലിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു കാര്യത്തിൽ കൂടെ ഇത് കടന്നു പോകും. കാരണം ഒരു കമ്മ്യൂണിറ്റി തന്നെ അത് അങ്ങനെ വിശ്വസിക്കുകയാണ്. അതായത് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ ഇങ്ങനെ കണ്ടു നടക്കുകയാണ് അവരെപ്പോഴും. ഇത് തന്നെയാണ് ശരി, ഇതല്ലാണ്ട് മറ്റൊരു കാര്യം ശരിയില്ല എന്ന് അഡമൻ്റായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ അത് കുട്ടികളിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ടി കുട്ടികൾ അതിങ്ങനെ എല്ലാം എടുക്കേണ്ടി വരുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നിങ്ങൾ കുട്ടികളോട് ചെയ്തതെന്നുള്ള കാര്യം. നമുക്ക് ഇത്രയും ലേറ്റായിട്ടാണ് ഈ 30s, 40s, 50s എത്തുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ട്സിന് പണ്ടത്തെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമ പോലും മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത്രയൊന്നും സമയത്തിൻ്റെ ആവശ്യമില്ല. അവരൊക്കെ ഒന്ന് വളർന്ന ഒരു 11, 15, 20 വയസ്സിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് 8, 7 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോലും പാരൻസിനോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി, എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനൊക്കെ ഉത്തരം നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയൊരു അവസരങ്ങൾ പറയാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ, ബ്രേക്ക് ദ സൈക്കിൾ അല്ലെങ്കിൽ ജനറേഷണൽ പാറ്റേൺസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എല്ലാം തിരുത്തി എഴുതുക എന്നൊന്നും അല്ല പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മളൊന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാനും കുറച്ചൊന്ന് തിരുത്തി എഴുതി കുറച്ചൊന്ന് മാറ്റങ്ങൾ വരുത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ തന്നെ പറ്റും. അത് നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട് കുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ. നമ്മുടെ കുട്ടീനെ വളർത്തിയെടുക്കുന്ന രീതി നല്ലതാണെങ്കിൽ ആ കുട്ടികൾ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ തന്നെ മറ്റൊരു ജനറേഷനിലേക്ക് അത് പകർന്നു കൊടുക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മാറ്റമുള്ള നല്ലൊരു സൊസൈറ്റി ക്രിയേറ്റ് ആകും. ഇറ്റ് ഡിഡ്ന്റ് മേക്ക് മീ എനി ഹാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം എന്തിനാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്കൊന്ന് പറ്റിയാൽ എന്തായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. പറ്റുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ വിഷയത്തെപ്പറ്റി ഒത്തിരി സംസാരിക്കാൻ എനിക്ക് പറ്റും. ഒരുപാട് വിഷയങ്ങൾ ഇനിയും കവർ ചെയ്യാനും പറ്റുവാണെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. നിങ്ങളിപ്പോഴും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഡിഡ് മേക്ക് യു എനി ഹാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം എന്ത് ആണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതണം. ഞാൻ വെയിറ്റ് ചെയ്യും. താങ്ക് യു.